നല്ല പടം പറയും പോലത്തെ ഇപ്പോഴും എന്താ പറയാ ഭയങ്കര അടിപിടിയും കാര്യങ്ങളല്ലേ ഗുണ്ട പ്ലേയാട്ടം പക്കാ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അത്രയാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇതിലൊരു സ്റ്റോറിയാണ്. അത് കാര്യം ഈ പറയും പോലെ ഈ സിനിമ കാണുമ്പോൾ പലർക്കും എന്താ പറയാ ഒരു ഇതിലോട്ട് വരാൻ പിന്നെ മടിക്കും. കാര്യം അങ്ങനെ നമ്മുടെ റിയൽ ലൈഫ് മെസ്സേജ് ആണ്. അത്യാവശ്യം നമ്മുടെ റിയൽ ലൈഫ് ഉണ്ടായിരുന്നു. പക്ക ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണോ? അടി കരുപ്പൂടം ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ആരെ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മധു സുരേഷ് ഉള്ളോ? മധു സുരേഷിന്റെ ആക്ടിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ? കൊള്ളാം, നൈസായിട്ടുണ്ട്. ആക്ടിങ് എല്ലാം അടിപൊളിയുണ്ട്. മാസ് ആക്ഷൻ മാസ് ആക്ഷൻ പരിപാടിയാണ്, ഫുൾ ത്രോട്ട് മാസ് ആക്ഷൻ പരിപാടിയാണ്. മാധവ് സുരേഷിന്റെയാണ് മെയിൻ. മാധവ് സുരേഷാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. എല്ലാവരുടെ ആക്ടിങ് നൈസാണ്. മാധവ് സുരേഷ് പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ക ഗ്യാങ്സ്റ്റർ മൂവിയാണ്. പക്ക ഗാങ്സ്റ്റർ മൂവിയാണ്. എമോഷൻസ് കൺവേ ആവുന്നുണ്ടോ? ഇമോഷൻസ് അല്ല, ആക്ച്വലി ആ ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ. ആരെ കൊണ്ടുപോയി സൈജു ഗ്രൂപ്പാണോ അതോ മാധവാണോ തൂക്കിയ സിനിമ? മാധവ് മെയിൻ ലീഡ് ചെയ്യുന്നുണ്ട് ഫുള്ള്. ഷൈജു ഗ്രൂപ്പിന്റെ നൈസായിരുന്നു. പേഴ്സണലി ഭയങ്കര ഷൈജു ഗ്രൂപ്പിനെ ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. സുഹിത്തേട്ടന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു പടം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ക ഒരു ആക്ഷൻ ത്രില്ലർ മൂവി. ഭയങ്കര ആക്ഷൻ ത്രില്ലർ, അതിലുപരി ഒരു സമൂഹത്തിന് ഒരു മെസ്സേജും കൂടെ നൽകുന്ന ഒരു പടമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് ആക്ഷൻ ബ്ലോക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇമോഷൻസ് കൺവേ ആവുന്നുണ്ടോ? ഓക്കെ, ഇമോഷൻസ് ഒക്കെ കൺവേ ആവുന്നുണ്ട്. സൂപ്പർ ഹിറ്റ്, കൊള്ളാം. പക്ക ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയാണ്. അതെ അതെ അതെ. സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്, നന്നായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തായിരുന്നു. എക്സ്പെക്ടേഷൻ ഓക്കെ ആണല്ലേ. ഇഷ്ടപ്പെട്ടോ? ആര് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്?